ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ല അടിപൊളി ഒരു ഞണ്ട് കറിയാണ്. ഞണ്ട് സാധാരണ രീതിയിലുള്ള കറിയല്ല, ഒരു ചെറിയ ഡിഫറെൻ്റ് ഐറ്റമാണ്. ഞണ്ടിൻ്റെ കാലൊക്കെ നമ്മൾ അരച്ച് കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ ഞണ്ട് നല്ലോണം വൃത്തിയാക്കി കഴുകി റെഡിയാക്കി എടുക്കുക. ശേഷം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടിൻ്റെ ചെറു കാലുകളെടുത്ത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നല്ലോണം അരച്ചെടുക്കണം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. ഇപ്പം നല്ല ഫസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്കിത് അരിച്ചെടുക്കണം. ലാസ്റ്റ് വരുന്ന നമുക്ക് തോടും ഇതിൻ്റെ വേസ്റ്റും ഒക്കെ നമുക്ക് കളയാം. ഇനി ഇതിനാവശ്യമായ സവാള, തക്കാളി, ഇഞ്ചിയൊക്കെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: തക്കാളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാള അരിഞ്ഞത്, പച്ചമുളക്. നമ്മൾ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ഒരു മൺചട്ടി എടുത്ത് നമ്മൾ അടുപ്പിൽ വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് അല്പം ഉലുവ പൊട്ടിച്ചെടുക്കാം. ഇത് ഗരം മസാല പൊടിച്ചതാണ്. നമുക്കതും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ആവശ്യത്തിന്, കുറച്ച് മല്ലിപ്പൊടി, ഫൈനലായിട്ട് നമുക്ക് അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഞണ്ടിട്ട് കൊടുക്കാം. ഞണ്ടിനുള്ളിൽ വെള്ളമുണ്ട്, അതുകൊണ്ട് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ആവശ്യമുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ സംഗതി ഒരുമാതിരി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഞണ്ടിൻ്റെ കാല് അരിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. സംഭവം ഒരുമാതിരി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കുറച്ച് കുരുമുളക് പൊടി അതും ചേർത്ത് ലാസ്റ്റായിട്ട് നമ്മളൊരു തക്കാളി അരിഞ്ഞതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി കടിക്കാൻ പാകത്തിനായിട്ട് നമുക്ക് അരിഞ്ഞു പോകാതെ കിട്ടും. ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്.
സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫൈനലായിട്ട് അല്പം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും, നല്ല സ്മെല്ല് വരുന്നുണ്ട്. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് അധികം വേസ്റ്റ് ഇല്ലാതെ നമുക്ക് സംഗതി ഞണ്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം. നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാതെ എങ്ങനെയുണ്ടെന്ന്. നല്ല അടിപൊളി മണമാണ്, സൂപ്പർ സാധനമാണെന്ന് തോന്നുന്നു. കഴിച്ച് നോക്കാം. കൊള്ളാം, ഒന്നും പറയാനില്ല. നമുക്ക് ഈ ചാറൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉഗ്രൻ, സത്യം പറഞ്ഞാൽ ചാറ് ഒരു രക്ഷയിലാണ്, അടിപൊളി സംഭവമാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ബൈ.